ഹായ്, സഹദേവ് മാഷാണേ. ഗ്രീറ്റിംഗ് കാർഡ്സ് അത് പുതിയ രൂപത്തിൽ 3D എഫക്റ്റുള്ള ഒരു സ്ക്വയർ പിരമിഡ് പോലെ ധാരാളം സമയ കട്ടകൾ അടുക്കി വെച്ച് ഒരു സ്തൂപിക പോലെ ഉള്ള അത്തരത്തിലുള്ള ഒരു കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടത് കാർഡ് ഷീറ്റാണ്. A4 സൈസിലുള്ള കട്ടിയുള്ള കാർഡ് ഷീറ്റാണ് ഇത് ഈ വലുപ്പത്തിലുള്ളത്. നമുക്ക് അതെങ്ങനെയാണ് ആ പിരമിഡിൻ്റെ രൂപത്തിലായി വരുന്നത് എന്ന് നോക്ക്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാനത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന് വേണ്ടത് ഒരു A4 പേപ്പർ, അത്രയും വലുപ്പത്തിലുള്ള കാർഡ് ഷീറ്റ്, കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ നല്ലത്. ഓക്കെ. അപ്പോൾ ഇനി ചെയ്യേണ്ടത് അതിൻ്റെ മധ്യബിന്ദു, അതായത് ഏതാണ്ട് 30 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ പിന്നെ അത് നീളം. അപ്പോൾ മിഡ് പോയിൻ്റ് 15 സെൻറ്റിമീറ്ററിൽ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിക്കൊണ്ട് അത് ചേർത്ത് വരയ്ക്കുക. അപ്പോൾ പേപ്പർ 2 ഭാഗമായി മാറി. പിന്നീട് 2 അറ്റങ്ങളിലും ഓരോ സെൻറ്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുക. A4 പേപ്പറിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 21 സെൻറ്റിമീറ്റർ ആണല്ലോ, 21 സെൻറ്റിമീറ്റർ. അപ്പോൾ കൃത്യമായിട്ട് ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അത് 2 ഭാഗത്തും ചെയ്യണം. കൃത്യമായ അളവ് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം റെഡ് കളറിലുള്ള ഷീറ്റിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വ്യക്തമായി കാണുന്നില്ല എന്നതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ള ഷീറ്റ് എടുത്തിട്ട് വരച്ച് കാണിക്കുകയാണ്. പിന്നീട് ആ പോയിൻ്റുകൾ ചേർത്തുകൊണ്ട് പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഓരോ സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തത്. ആ 2 അറ്റങ്ങളിലും ഉള്ള പോയിൻ്റുകൾ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ട് ഫുള്ളായിട്ട് പേപ്പർ മുഴുവനായിട്ടും തന്നെ വരച്ചിടുക. വീണ്ടും നമ്മൾ മധ്യഭാഗത്തുനിന്ന് തുടങ്ങി ഓരോ സെൻറ്റിമീറ്റർ, അത് ഇവിടെ 10 സെൻറ്റിമീറ്ററിലാണ് അടയാളപ്പെടുന്നത്. ഒരു കൃത്യമായിട്ട് ലെഫ്റ്റും റൈറ്റും കൃത്യമായ അകലത്തിൽ. അപ്പോൾ 10 എടുക്കുന്നതെങ്കിൽ ലെഫ്റ്റും റൈറ്റും 10 തന്നെ. ഞാൻ ആ റോസ് കളറിലുള്ളത് 12 എടുത്തത്. ഇവിടെ ഞാനത് 10. 1 2 3 4 5 6 7 8 9 10 പോയിൻ്റ്. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 പോയിൻ്റുകൾ ഇട്ട് കഴിഞ്ഞ് ഇനി അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്ക്. അത് ഒരു യൂണിറ്റ് താഴ്ത്തി വരയ്ക്കുകയാണ്. അപ്പോൾ സ്കെയില് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് താഴെയും മേലെയും പോയിൻ്റ് ഇട്ട് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സ്കെയിൽ ഓരോ തവണ നീക്കുമ്പോഴും താഴെയും മേലെയുള്ള പോയിൻ്റ് കണക്കാക്കി തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ താഴ്ത്തി അതൊരു സ്റ്റെപ്പായി താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ നമ്മളിത് 10 മാർക്ക് ചെയ്ത്, നിങ്ങൾ പിന്നെ 12 13 എത്രയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ താഴേക്ക് എടുക്കുക. അപ്പോൾ ലെഫ്റ്റിൽ എങ്ങനെയാണോ ചെയ്ത് അതുപോലെ തന്നെ റൈറ്റിൽ 2 സൈഡിലും ഈക്വലായിട്ട് അതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വരയ്ക്കുന്നത് അവിടെ 1 സെൻറ്റിമീറ്റർ അതായത് ആ അടുത്തടുത്തുള്ള വരകളുടെ ഇടയ്ക്ക് കൃത്യമായിട്ട് അത് 90 ഡിഗ്രി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പോയിൻ്റ് മാർക്ക് ചെയ്ത് സ്കെയിൽ നീക്കുന്നത് അതിനനുസരിച്ചാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പോൾ ഒരു വശമല്ല 2 വശവും ആ പോയിൻ്റ് ടച്ച് ചെയ്യുന്ന രൂപത്തിലാണ് സ്കെയിൽ നീക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ വരയ്ക്കും അത് കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. അളവും വളരെ കൃത്യമായിട്ട് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ തന്നെ വരുന്ന രൂപത്തിൽ. ഇനി മെറ്റൽ സ്കെയിൽ ഉപയോഗിച്ച് അത് കട്ട് ചെയ്യണം. ആ 1 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, അത് ശരിക്കും മുറിക്കേണ്ടതാണ്, മുറിച്ചിടുകയാണ്. പാതിയല്ല, മുഴുവനായിട്ടും തന്നെ മുറിക്കുകയാണ്. അതായത് ഇപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറുവശം കാണാം, മുറിഞ്ഞത് കൃത്യമായിട്ട് കാണാം. നമ്മളിപ്പോൾ പിന്നെ ആ പിന്നെ ലംബമായിട്ട് വരച്ചിട്ടുള്ള വരകൾ ഒരു സെൻറ്റിമീറ്റർ വരകൾ എല്ലാം മുറിച്ചെടുക്കുകയാണ്.
അപ്പോൾ എല്ലാ വരകളിലൂടെയും കൃത്യമായി ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ലംബമായിട്ട് തന്നെയാണ് മുറിക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ മുറിച്ചെടുത്ത് ഇനി ആ മുറിച്ചതിൻ്റെ മേലെ നമ്മൾ 3/4 ഇഞ്ച് സെലോ ടേപ്പ് കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. സെലോ ടേപ്പിന് ചുളിവ് വീഴാത്ത രൂപത്തിൽ കൃത്യമായിട്ട് എവിടെയാണോ മുറിച്ച് ഇങ്ങനെ ക്രോസിൽ നമ്മൾ വലിക്കുമ്പോൾ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെ മേലെ കൂടെയാണ് പോവുക. അത് റെഡിയായിട്ട് ഇവിടെ കിട്ടും. ചുളിവ് വീഴരുത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഒരു മുറി ആ മധ്യബിന്ദു നമ്മൾ ഉൾപ്പെടുത്തി ആദ്യം മിഡ് പോയിൻ്റ് വരച്ചില്ലേ, അവിടെയും ഒന്ന് മുറിച്ചിടണം. അപ്പം മുഴുവനായി തന്നെ മുറിക്കണം. അപ്പോൾ മുറിഞ്ഞ് വീണ് 2 ഭാഗത്തായി പോവാതിരിക്കാൻ 2 അറ്റങ്ങളിലും തൽക്കാലം ഞാൻ മുറിക്കുന്നില്ല. ബാക്കി മുറിഞ്ഞ് വീണ് കഴിഞ്ഞു. ഇനി അവിടെയും സെലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. പക്ഷേ മുഴുവനായിട്ട് ഒട്ടിക്കുന്നില്ല. നമ്മളെ പിരമിഡ് എവിടം വരെ ഉണ്ടാവുമോ അതിനനുസരിച്ച് ഏതാണ്ട് നമ്മൾ 12 സെൻറ്റിമീറ്ററിലേ കണ്ടേ. അപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമേ ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇവിടെയും നമ്മൾ പറഞ്ഞല്ലോ 2 അറ്റത്തും ലേശം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തിടുകയാണ്. യെസ്. എന്നിട്ട് നമ്മൾ നേരത്തെ പുറത്ത് എവിടം വരെയാണോ വരച്ച് അത്രയും ബാക്കിയുണ്ടല്ലോ അവിടെ. അപ്പോൾ അത് 2 തരത്തിലാണ് സെലോ ടേപ്പ് ഒട്ടിക്കുന്നത് എന്നുള്ളത് കാണുക. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിരുന്നു നമ്മൾ മറുവശത്ത് ഒട്ടിച്ചത്. അപ്പോൾ 2 തരം ഫോൾഡിംഗ് ആണ് ആ മിഡ് പോയിൻ്റിൽ നിന്ന് വരിക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ അറ്റത്തുള്ള ആ 2 അറ്റത്തിലുള്ള ആ ഭാഗം നമ്മൾ മുറിച്ചിടുകയാണ്. മുറിച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ മുറിഞ്ഞ് വീണു പോവില്ല. കാരണം നമ്മൾ സെലോ ടേപ്പ് കൊണ്ട് മറ്റേ ഭാഗം ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാകാമെന്ന്. ഒരു റിബണിൻ്റെ കഷ്ണം പോലെ അത് കൃത്യമായിട്ട് നമുക്ക് മുറിഞ്ഞ് കാണാം. ഉണ്ടോ, ഒരു ബെൽറ്റ് പോലെ. യെസ്, ഈ രൂപത്തിൽ മുറിച്ചിടണം എല്ലാം. പക്ഷേ മുറിഞ്ഞ് കഷ്ണം പുറത്തേക്ക് പോവില്ല. കാരണം 2 അറ്റത്തും നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോൾ പരീക്ഷയുടെ തിരക്കായതുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇപ്പം കൂടുതലായിട്ട് ഇത് കാണുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ ടൈമിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണിത്. ഒരു കൃത്യമായിട്ടൊരു 3D എഫക്റ്റുള്ള രൂപം ഒരു കാർഡിൽ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുറിക്കുമ്പോൾ മേലോട്ട് വരുംതോറും അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞ് വരുന്നുണ്ട്. യെസ്, ഒരു 2 സെൻറ്റിമീറ്റർ കുറഞ്ഞാണ് വരിക. നമ്മൾ പണി കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ പിരമിഡിൻ്റെ രൂപത്തിൽ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം. ആ അറ്റത്തുള്ള 2 കഷങ്ങളിൽ നിന്നും പുറത്തോട്ട് തള്ളി നിൽക്കുകയും ഇനി ഉള്ളിൽ നമ്മൾ വരച്ചത് അത് ഉള്ളിലോട്ടാണ്. ആ ഫോൾഡിങ് ഉള്ളിലാണ് ഉണ്ടാകുക. ഈ രൂപത്തിൽ നല്ല ഒരു പിരമിഡിൻ്റെ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഞാൻ കളർ ഷീറ്റിലാണ് ആദ്യം ചെയ്ത് നോക്കിയത്. പക്ഷേ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ അളവ് ആ എഴുതിയോ വരച്ചതൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് വൈറ്റ് കാർഡ് ഷീറ്റിൽ വീണ്ടും ചെയ്തതാണ്. ഇത് പലതരത്തിലും, അതായത് അതിൻ്റെ വ്യൂ ഓരോ രൂപത്തിൽ നോക്കുമ്പോഴും ഓരോ ഭാഗത്ത് നോക്കുമ്പോഴും ഓരോ തരത്തിലായിരിക്കും. അതുപോലെ കൃത്യം 90 ഡിഗ്രിയിൽ ആ കാർഡ് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് ശരിക്കൊരു സ്തൂപികയായിട്ട് തന്നെ നമുക്ക് കാണുന്നത്. അപ്പോൾ അത് ഫോൾഡിങ് ചുരുങ്ങുകയും കൂടുകയും ഒക്കെ ചെയ്യുന്നതിനനുസരിച്ച് ആ രൂപത്തിനും മാറ്റം വരും. യെസ്. അപ്പോൾ ഒഴിവുള്ള സമയത്ത് കൃത്യമായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പുതുതായി ചാനൽ കാണുന്നവർ
സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.